Good afternoon. Okay. Okay, Adira, good afternoon. Arfia. എങ്ങനെയുണ്ടായിരുന്നു ഈസ്റ്റർ ഒക്കെ? നന്നായിട്ട് ആഘോഷിച്ചോ? ഈസ്റ്റർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ശരി, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേട്ടോ. ക്ലാസ് പെട്ടെന്ന് തന്നെ ചെയ്താ ഓൺമ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൺമ്യൂട്ട് ചെയ്യാനേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ, അഥവാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ക്വാളിറ്റി അഷ്വറൻസിൽ പഠിച്ചിരുന്നു അല്ലെ. അവയുടെ ഫോർമുലകളാണ് നമ്മളിപ്പോ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ അതിനകത്ത് 12 വരെ പറഞ്ഞു കേട്ടോ. 12 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ ദ അഡ്മിഷൻ അല്ലെ, ബെഡ്സ് ഓർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്, അവിടെ വരെയുള്ള ഫോർമുലയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം കേട്ടോ. 13ാമത്തെ നോക്കാം. കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. അടുത്ത കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. എന്താണ് കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്? അതായത് കത്തീറ്റർ സംബന്ധമായിട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ നിരക്കാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ നോസോകോമിയൽ ഇൻഫെക്ഷൻ നമ്മൾ പഠിച്ചപ്പോ നമുക്കറിയാം കത്തീറ്റർ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അല്ലെ. പ്രത്യേകിച്ച് എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ലൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് അത് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കത്തീറ്റർ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ട്യൂബുകളാണ് അല്ലെ. ഇത്തരം കത്തീറ്റർ വഴിയായിട്ടുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ നിരക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയായിരിക്കും ഫോർമുല വരിക ശ്രദ്ധിക്കാം കേട്ടോ. നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTIs എന്ന് വെച്ചാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഇൻ എ മന്ത് കേട്ടോ. നമ്മളൊരു മാസത്തിലേക്കായിട്ടാണ് അവിടെ കണക്കാക്കുന്നത് കേട്ടോ. ഒരു മാസത്തില് കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അണുബാധകളുടെ ആകെ എണ്ണം ഒരു മാസത്തേക്കായിട്ടാണ് നമ്മൾ ആദ്യം കണക്കാക്കുന്നത് കേട്ടോ. അതായത് ഒരു മാസത്തില് കത്തീറ്റർ ഘടിപ്പിച്ചിട്ടുള്ള രോഗികളില് ഉണ്ടായിട്ടുള്ള അണുബാധകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസത്തില് കത്തീറ്റർ ഘടിപ്പിച്ചിട്ടുള്ള കത്തീറ്ററിൽ ഉണ്ടായിരുന്ന കത്തീറ്റർ ഘടിപ്പിച്ചിട്ടുള്ള രോഗികള് ഉണ്ടായിരുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണമാണ് കേട്ടോ. അതേ മാസത്തിലെ രോഗികൾക്ക് കത്തീറ്ററുകൾ ഉണ്ടായിരുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണം കേട്ടോ. ക്ലിയർ ആയോ? ഇൻറ്റു എന്താണ് 1000. കാര്യം നമ്മളൊരു 1000 യൂണിറ്റിലായിട്ടാണ് നമ്മൾ അവിടെ കണക്കാക്കുന്നത്. ശ്രദ്ധിക്കാം, ഒരു മാസത്തില് കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അണുബാധകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ അതേ മാസത്തില് കത്തീറ്റർ ഉള്ള രോഗികള് ഉണ്ടായിരുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണം. ഈ പറയുന്ന കത്തീറ്ററിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ കത്തീറ്റർ ഘടിപ്പിക്കുന്ന ദിവസങ്ങളില് ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ എത്ര ദിവസങ്ങൾ ആകെ ഉണ്ടായിട്ടുണ്ട്, അതിനകത്ത് എത്ര എണ്ണത്തിൽ അണുബാധകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ കണക്കാക്കുന്നത് കേട്ടോ. ഇൻറ്റു 1000 കേട്ടോ. അതാണ് 13ാമത്തെ. അടുത്തത് 14ാമത്തെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അല്ലെ. വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ന്യൂമോണിയയുടെ നിരക്കാണ് നമ്മൾ കണക്കാക്കാൻ പോകുന്നത് കേട്ടോ. ഫോർമുല ഇതാണ്. നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത്. ഒരു മാസത്തില് വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ന്യൂമോണിയയുടെ നിരക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അതേ മാസത്തില് രോഗികള് വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഒരു മാസത്തില് വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ന്യൂമോണിയയുടെ നിരക്ക്, ന്യൂമോണിയ കേസുകളുടെ നിരക്ക്
ഡിവൈഡഡ് ബൈ അതേ മാസത്തിലെ രോഗികളെ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളുടെ ആകെ എണ്ണം ഇൻറ്റു 1000. നമ്മൾ 1000 യൂണിറ്റിലായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്തത് വരുന്നത് 15ാമത്തെ സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് കേട്ടോ. എന്താണ് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരുന്നു അല്ലെ, ഈ പറയുന്ന കത്തീറ്റർ തന്നെയാണ് അല്ലെ. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാല് ലാർജ് കത്തീറ്റർ തന്നെയാണ്, ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ നെക്ക് അല്ലെ, നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ വെയിനിലൊക്കെ കണക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കത്തീറ്റർ അല്ലെ. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഡയാലിസിസ് ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ മൂന്നാമതൊരു വിഭാഗം പറഞ്ഞിരുന്നു അല്ലെ, ഷോർട്ട് ടേം ഹീമോഡയാലിസിസിനായിട്ട് ഉപയോഗിക്കുന്ന കത്തീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ പൊതുവെ നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് ഒരു ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ കത്തീറ്റർ, ഇതിനാണ് നമ്മൾ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് കത്തീറ്റർ തന്നെയാണ്, ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ലാർജ് വെയിൻ ഓഫ് നെക്ക് കേട്ടോ. നമ്മുടെ വലിയ വെയിനില് അല്ലെങ്കിൽ നെക്കിന്റെ ഭാഗത്തൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന കത്തീറ്റർ തന്നെയാണ് ഇവിടെ സെൻട്രൽ ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്, ഈ സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവുന്ന രക്തത്തിലെ അണുബാധയുടെ നിരക്കാണ് നമ്മൾ കണക്കാക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു ഫോർമുല എങ്ങനെയാണ്? നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസിന്റെ നമ്പർ, ഒരു മാസത്തില് സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസുകളുടെ രക്തത്തിലെ അണുബാധകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അതേ മാസത്തില് ഈ പറയുന്ന സെൻട്രൽ ലൈനുകൾ ഉണ്ടായിരുന്ന, ഈ സെൻട്രൽ ലൈനിലുള്ള രോഗികൾ എന്താണ് ആകെ ദിവസങ്ങളുടെ എണ്ണം കേട്ടോ. സെൻട്രൽ ലൈൻ ഉണ്ടായിരുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണം നേരത്തെ പോലെ തന്നെയാണ് കേട്ടോ. മനസ്സിലായോ? ഒരു മാസത്തില് സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന രക്തത്തിലെ അണുബാധകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ അതേ മാസത്തില് സെൻട്രൽ ലൈൻ ഉണ്ടായിരുന്ന ആകെ ദിവസം, അതൊക്കെ ഈ പറഞ്ഞ സെൻട്രൽ ലൈൻ ഘടിപ്പിച്ചിട്ടുള്ള ഉണ്ടായിരുന്ന രോഗികൾ അവർ സ്പെൻഡ് ചെയ്യപ്പെട്ട ആകെ ദിവസങ്ങളുടെ എണ്ണം കേട്ടോ, ഇൻറ്റു 1000. ഓക്കെ, അത്രയുള്ളൂ സെൻട്രൽ ലൈൻ വരുന്നത് കേട്ടോ. 16ാമത്തെ ഫോർമുല ഇതാണ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് കേട്ടോ. സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന അണുബാധകളുടെ ഇൻഫെക്ഷന്റെ നിരക്ക് കേട്ടോ. നോക്കുക, ഫോർമുല ഇതാണ്, നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഇൻ എ ഗിവൺ മന്ത്. അതായത് ഒരു നിശ്ചിത മാസത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഉണ്ടായിട്ടുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. അതേ മാസത്തില് നടന്നിട്ടുള്ള സർജറികളുടെ ആകെ എണ്ണം അങ്ങനെ എടുക്കുന്നത് കേട്ടോ. അതായത് ഒരു മാസത്തിൽ നടന്നിട്ടുള്ള ആകെ സർജറികളുടെ എണ്ണം എടുക്കാം. അതിനകത്ത് എത്ര എണ്ണത്തിൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇൻറ്റു 100. ഇങ്ങനെയാണ് കണക്കാക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഇൻ എ ഗിവൺ മന്ത്, നിശ്ചിത മാസത്തിൽ ഉണ്ടായിരുന്ന സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. അതേ മാസത്തിൽ നടന്നിട്ടുള്ള സർജറികളുടെ ആകെ എണ്ണം ഇൻറ്റു എന്താണ് 100 ആണ് കേട്ടോ. അടുത്തത് 17ാമത്തെ ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് ആണ് കേട്ടോ. ഈ കംപ്ലൈൻസിന്റെ അർത്ഥം എന്താണ്? പാലിക്കുക എന്നാണ് കേട്ടോ. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്, അതായത് കൈ ശുചിത്വ പ്രവർത്തനങ്ങള് പാലിക്കുന്നതിന്റെ നിരക്ക് അല്ലെ. ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നതിന്റെ നിരക്ക് നമുക്കറിയാം. നമ്മൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മൾ പേഷ്യൻസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ്, അതിനുശേഷം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊസീജിയറുകളൊക്കെ കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? ഈ കൈ എപ്പോഴും നമ്മൾ വാഷ് ചെയ്യണം അല്ലെ. ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. അത്തരത്തില് കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ നിരക്കാണ് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. ഫോർമുല നോക്കൂ, ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ്, ആകെ നടന്നിട്ടുള്ള കൈ ശുചിത്വ പ്രവർത്തനങ്ങളുടെ ആകെ എണ്ണം, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്, കൈ ശുചിത്വം പാലിക്കേണ്ട അവസരങ്ങളുടെ ആകെ എണ്ണം അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ ആകെ എണ്ണം ഇൻറ്റു 100. ഇതാണ് നമ്മൾ എടുക്കുന്നത്. കൈ ശുചിത്വം പാലിക്കേണ്ട സാഹചര്യങ്ങളുടെ ആകെ എണ്ണം, എത്ര അവസരങ്ങളുണ്ട് അല്ലെ. അവസരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മളൊരു പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ്, അതിനുശേഷം, അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് ഹൈജീൻ നമ്മൾ ചെയ്തിരിക്കണം. അതാണ് അവസരങ്ങൾ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്, ആകെ സാഹചര്യങ്ങളുടെ എണ്ണം, അതിനകത്ത് എത്ര എണ്ണത്തിൽ കൃത്യമായിട്ട് ഹാൻഡ് ഹൈജീൻ പാലിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയാണ് കണക്കാക്കുന്നത് കേട്ടോ. ഇൻറ്റു 100 റേറ്റ് ആണ്. 100 ആണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ് ഇൻറ്റു 100. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ?
ഓക്കെ, അടുത്തത് കേട്ടോ. Percentage of cases who received appropriate prophylactic antibiotics within the specified time frame. അതായത് ഒരു നിശ്ചിത സമയപരിധിയിൽ, നിശ്ചിത പീരീഡ് ഓഫ് ടൈമില് അനുയോജ്യമായിട്ടുള്ള പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ സ്വീകരിച്ചിട്ടുള്ള കേസുകളുടെ ശതമാനം. നമുക്കറിയാം പ്രോഫൈലാക്സിസ് എന്താണെന്നൊക്കെ നമുക്കറിയാം, പ്രതിരോധമാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ്, അത് ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള, പ്രതിരോധ ശക്തി കുറവായിട്ടുള്ള രോഗികളൊക്കെ സർജറിക്ക് വിധേയമാകുമ്പോൾ അവർക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ആണല്ലോ. അല്ലെങ്കിൽ സർജറിക്ക് ശേഷം നമ്മൾ മറ്റേ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഒക്കെ പറഞ്ഞപ്പോ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർജറിക്ക് ശേഷം ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള കേസുകളുണ്ട്. അപ്പൊ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ കഴിക്കുന്ന മരുന്നുകളാണ് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ്. എന്ന് വെച്ചാൽ അതിനൊരു പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് ആണ് കേട്ടോ. അപ്പൊ അത്തരത്തില് ഒരു നിശ്ചിത ടൈം ഫ്രെയിമിനകത്ത് നിർദ്ദിഷ്ട സമയപരിധിയിൽ അനുയോജ്യമായിട്ടുള്ള പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ സ്വീകരിച്ചിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് നമ്മളവിടെ കണക്കാക്കുന്നത്. അപ്പൊ ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡിഡ് റിസീവ് അപ്രോപ്രിയേറ്റ് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ്, അനുയോജ്യമായിട്ടുള്ള പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ സ്വീകരിച്ചിട്ടുള്ള ആകെ പേഷ്യന്റുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ OP, അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിലകത്ത് സർജറിക്ക് വിധേയമായിട്ടുള്ള പേഷ്യൻസുകളുടെ ആകെ. കാരണം സർജറിക്ക് വിധേയമായ ആളുകളിലാണ് ഇത്തരത്തിലുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാനും. അപ്പൊ അങ്ങനെയുള്ളവരിലാണ് നമ്മൾ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ മുൻകൂട്ടി തന്നെ കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അവിടെ കണക്കാക്കുന്നത്. ഇൻറ്റു 100. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ. അനുയോജ്യമായുള്ള പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുള്ള പേഷ്യൻസുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായിട്ടുള്ള പേഷ്യൻസുകളുടെ ആകെ ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? നിങ്ങളെ ക്ലാസ് കേൾക്കുന്നുണ്ടോ? ഒന്ന് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യാമോ? അടുത്തത് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. ഇനി റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനമാണ്. റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനം. അപ്പൊ എന്താണ് റീഷെഡ്യൂളിംഗ് ഉള്ളത്? ജസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാതെ. Rescheduling of surgeries consists of cancellation and postponement of the surgery ആണ് അല്ലെ. ഒന്നുകിൽ ഈ സർജറി നമ്മൾ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യും, റദ്ദാക്കുക. അല്ലെങ്കിൽ നമ്മൾ ബിയോണ്ട് 4 hours എന്ന് പറയുന്നത്, അതായത് 4 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാൻ? സർജറി പോസ്റ്റ്പോൺ ചെയ്യുക, നീട്ടിവെക്കുക. അതിനെയാണ് നമ്മൾ റീഷെഡ്യൂളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരമുള്ള സർജറി നമ്മൾ ക്യാൻസൽ ചെയ്യുക, വേണ്ടാന്ന് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്നും ഒരു 4 മണിക്കൂറിൽ കൂടുതൽ ആ സർജറി നമ്മൾ നീട്ടിവെക്കും. അതിനെയാണ് നമ്മൾ റീഷെഡ്യൂളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനമാണ് അവിടെ കണക്കാക്കുന്നത്. അപ്പൊ ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട കേസുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്, അതായത് പ്ലാൻ ചെയ്തിട്ടുള്ള കേസുകളുടെ സർജറികളുടെ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. പ്ലാൻ ചെയ്തിട്ടുള്ള ആകെ സർജറികളുടെ എണ്ണം എത്രയാണ്, അതിനകത്ത് എത്ര എണ്ണത്തിന് റീഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ കണക്കാക്കാം. ഇൻറ്റു 100 കേട്ടോ. റേറ്റ് ആണ്, പെർസെന്റേജ് ആണ്. സോ ഇൻറ്റു 100. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സർജറീസ് പ്ലാൻഡ് എന്നാണ് കേട്ടോ. പ്ലാൻ ചെയ്ത പ്രകാരമുള്ള സർജറികളുടെ ആകെ എണ്ണം. ആ പ്ലാൻ ചെയ്തതിൽ നിന്നും എത്ര എണ്ണം റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടു ഇൻറ്റു എന്താണ്? 100 കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ആണ്.
അതായത് ബ്ലഡും ബ്ലഡ് കമ്പോണൻസും ഇഷ്യൂ ചെയ്യുന്നതിനെടുക്കുന്ന ടേൺ അറൗണ്ട് ടൈം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ടേൺ അറൗണ്ട് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും എന്താണ്? ഇസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്, അല്ലെ? ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു സമയമാണ് നമ്മൾ ടേൺ അറൗണ്ട് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അതായത് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയമാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് ബ്ലഡ് ബാങ്കിലാണ്, അല്ലെ? ബ്ലഡ് ബാങ്കിൽ ഈ പറയുന്ന ബ്ലഡ് കമ്പോണൻസ് ഇഷ്യൂ ചെയ്യുന്നതിനായിട്ട് എടുക്കുന്ന ആകെ സമയമാണ്. ഓക്കെ, അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. The time taken to be calculated from the time the request is received in the blood bank till the blood is cross-matched or reserved and available for the transfusion. അതായത് എന്താണ് അവിടെ ടേൺ അറൗണ്ട് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ടൈം ടേക്കൺ ടു കാൽക്കുലേറ്റ് ഫ്രം ദ ടൈം ദ റിക്വസ്റ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദ ബ്ലഡ് ബാങ്ക്. അതായത് ബ്ലഡ് ബാങ്കിലോട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്ലഡ് കമ്പോണന്റിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ വരുന്ന ആ ഒരു സമയം, പിന്നൊരു ബ്ലഡ് കമ്പോണന്റ് വരണം എന്ന് പറയുന്ന ആ ഒരു റിക്വസിഷൻ റിസീവ് ചെയ്യുന്ന ആ ഒരു ടൈം തൊട്ട് എവിടെ വരെയാണ്? till the blood is cross matched or reserved, അല്ലെ? ആ ഒരു ബ്ലഡ് നമ്മൾ ക്രോസ് മാച്ച് ചെയ്ത് റിസർവ് ചെയ്ത് ഒരു ട്രാൻസ്ഫ്യൂഷന് ലഭ്യമാക്കുന്ന വരെയുള്ള ആ ഒരു സമയം, അതാണ് അവിടെ ടേൺ അറൗണ്ട് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഒരു ബ്ലഡ് ബാങ്കിനകത്തേക്ക് ഒരു ബ്ലഡ് കമ്പോണന്റ് റിക്വസിഷൻ വരുന്ന ആ ഒരു ടൈം, റിക്വസിഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ബ്ലഡ് കമ്പോണന്റ് എടുക്കുന്നു, അത് ക്രോസ് മാച്ച് ചെയ്യുന്നു, ടെസ്റ്റുകൾക്ക് വിധേയമാവുന്നു, അവസാനം അത് റിസർവ് ചെയ്ത് എന്തിനു പോകുന്നു? റെഡി ഫോർ ദ ട്രാൻസ്ഫ്യൂഷൻ. ട്രാൻസ്ഫ്യൂഷൻ റെഡി ആകുന്നത് വരെ, ട്രാൻസ്ഫ്യൂഷൻ ലഭ്യമാക്കുന്നത് വരെയുള്ള ആ ഒരു സമയം, അതാണ് നമ്മൾ അവിടെ ടേൺ അറൗണ്ട് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ഫോർമുല വരിക നോക്കി? സം ഓഫ് ദ ടൈം ടേക്കൺ, ദാറ്റ് മീൻസ് സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് എന്നാണ് കേട്ടോ. അതായത് ആകെ ഈ പറയുന്ന ബ്ലഡ് കമ്പോണൻസ് ഇഷ്യൂ ചെയ്യാൻ എടുക്കുന്ന ആകെ സമയം, അല്ലെ? ആകെ സമയം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച് റിസർവ്ഡ്. ആകെ ക്രോസ് മാച്ച് ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ റിസർവ് ചെയ്യപ്പെട്ടിട്ടില്ല ആകെ ബ്ലഡ് ഓഫ് ബ്ലഡ് കമ്പോണൻസുകളുടെ എണ്ണം. അതിനകത്ത് എത്ര സമയം കൊണ്ടാണ് നമ്മൾ അത് ഇഷ്യൂ ചെയ്തത്, അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇൻറ്റു എന്താണ്? ഇൻറ്റു ഇല്ല കേട്ടോ, ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, സം ഓഫ് ദ ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച് റിസർവ്ഡ് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ന്യൂമറേറ്ററിൽ ഒരു തുകയാണ്, സമ്മാണ് വരുന്നത്, ഡിനോമിനേറ്ററിന്റെ നമ്പറുമാണ്. തുക ബൈ എണ്ണം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? ആവറേജ് ആണ് കേട്ടോ, ശരാശരിയാണ്. ആവറേജ് ടൈം ടേക്കൺ ആണ് നമ്മളുടെ കണക്കാക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്സ്. ICUവിലും വാർഡുകളിലുമുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ കണക്കാക്കാനായിട്ട് പോകുന്നത്. ഫോർമുല എങ്ങനെയാണ് വരിക? നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപൈഡ് ബെഡ്സ് കേട്ടോ. എന്താണ്? നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപൈഡ് ബെഡ്. നമ്പർ ഓഫ് ഒക്യുപൈഡ് ബെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് എന്നാണല്ലേ. ബെഡ് ആകെ ഒക്യുപൈ ചെയ്യപ്പെട്ട ബെഡുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെയുള്ള പേഷ്യൻസുകളുടെ എണ്ണം, അല്ലെ? അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസുകളുടെ എണ്ണം, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ കറക്റ്റ് അല്ലേ? നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ കേട്ടോ. ക്ലിയർ ആയല്ലോ? അടുത്തത് കേട്ടോ, വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഇനി നമ്മൾ പഠിക്കുന്നത് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എടുക്കുന്ന വെയിറ്റിംഗ് ടൈം ആണ് കേട്ടോ, കാത്തിരിപ്പ് സമയം. എന്താണ് ഇവിടെ വെയിറ്റിംഗ് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. വെയിറ്റിംഗ് ടൈം ഇസ് ദ ലെങ്ത് ഓഫ് ടൈം which one should wait in order for a specific action to happen after that action is called for or mandated. അല്ലെ? ശരിയല്ലേ? നമ്മൾ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല, കാത്തിരിപ്പ് സമയമാണ് അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യപ്പെട്ടതോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഒരു പ്രവർത്തനം സംഭവിക്കാൻ എടുക്കുന്ന ഒരു സമയം, ഇതേയുള്ളൂ വെയിറ്റിംഗ് ടൈം അല്ലെ. ഇവിടെ പറയുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ദ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആണ്. അതായത് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ഈസ്, ശ്രദ്ധിക്കാം, എപ്പോ തൊട്ടുള്ള ടൈമാണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The time from which the patient has come to the respected outpatient department. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്, it may or may not be the same time as registration till the time that the respected consultant begins the assessment. അതായത് ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്ന സമയം തൊട്ട്, എപ്പോഴാണ് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു സമയം തൊട്ട് പിന്നെന്താണ്, ആ ഒരു ഡോക്ടറുടെ റൂമിൽ കയറി ആ ഒരു ഡോക്ടർ അവരുടെ അസസ്മെന്റ് ആരംഭിക്കുന്നത് വരെയുള്ള ഒരു സമയം, അതാണ് നമ്മുടെ വെയിറ്റിംഗ് ടൈം ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്ന ഒരു സമയം. അപ്പൊ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരും.
ആ ടൈമൊക്കെ ചെക്കിംഗ് ടൈം, രജിസ്ട്രേഷൻ ടൈം ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ആദ്യം ഒരു വൈറ്റൽസ് ഒക്കെ എടുക്കും അല്ലെ, ഈ പറയുന്ന ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങൾ വൈറ്റൽസ് ഒക്കെ എടുത്തതിന് ശേഷമായിരിക്കും നമ്മളൊരു ഡോക്ടറുടെ റൂമിലോട്ട് പ്രവേശിക്കുന്നത്. അപ്പൊ അതിനൊക്കെ എടുക്കുന്ന സമയത്ത് അതിന് ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്ന ആ ഒരു സമയം കൊണ്ട് ആ ഒരു ഡോക്ടർ അസസ്മെന്റ് ആരംഭിക്കുന്നത് വരെയുള്ള സമയം, പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമല്ല, ബിഗിൻസ് അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട് ആരംഭിക്കുന്ന ഒരു സമയം. പ്രത്യേകം പറയുന്നുണ്ട് കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ നോട്ട് ദ ജൂനിയർ ഡോക്ടർ റെസിഡന്റ്, ഇത് ജൂനിയർ ഡോക്ടർ റെസിഡന്റ് ഡോക്ടർ അല്ല, കൺസൾട്ടന്റ് ആണ് അല്ലെ. ഓക്കെ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തന്നെയാണ്. അതാണ് അവിടെ വെയിറ്റിംഗ് ടൈം ഉദ്ദേശിക്കുന്നത്. അറിയാലോ എങ്ങനെയായിരിക്കും ഫോർമുല വരിക? സം ഓഫ് ദ ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ, ഇതേ ഉദ്ദേശിക്കുന്നത് സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എടുക്കുന്ന ആകെ സമയം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്, ആകെയുള്ള ഔട്ട് പേഷ്യൻസുകളുടെ എണ്ണം. അങ്ങനെ അപ്പൊ നോക്കിയേ, ന്യൂമറേറ്ററിൽ സമ്മം വരുന്നുണ്ട്, ഡിനോമിനേറ്ററിലെ എണ്ണമാണ്. തുകാബൈ എണ്ണം എന്ന് പറയുന്നത് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് ടൈം ആണ് കേട്ടോ, ശരാശരിയാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് അടുത്തത് വരുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ആണ് കേട്ടോ. ഡയഗ്നോസ്റ്റിക്സിന് അഥവാ നമ്മള് രോഗനിർണയത്തിനായിട്ട് എടുക്കുന്ന സമയം, പ്രത്യേകിച്ച് അവർ പറയുന്നത് ചിലപ്പോൾ ഒരു ലാബിനാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന റേഡിയോളജി വിഭാഗത്തിനാവും, രണ്ടും ഡയഗ്നോസ്റ്റിക്സ് വിഭാഗമാണല്ലോ. അപ്പൊ ആ ഒരു വിഭാഗത്തിലേക്ക് ചെല്ലുക കാത്തിരിപ്പ് സമയമുണ്ട് കേട്ടോ, ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിലുള്ള കാത്തിരിപ്പ് സമയം. ഇതുപോലെ തന്നെ എങ്ങനെയായിരിക്കും? വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ഇസ് ദ ടൈം ഫ്രം വിച്ച് ദ പേഷ്യന്റ് ഹാസ് കം ടു ദ ഡയഗ്നോസ്റ്റിക് സർവീസ്. പ്രാക്ടിക്കലി പറയുന്നുണ്ട് റിക്വസിഷൻ ഫോം ഹാസ് ബീൻ പ്രസന്റഡ് ടു ദ കൗണ്ടർ ടിൽ ദ ടൈം ദാറ്റ് ദ ടെസ്റ്റ് ഈസ് സ്റ്റാർട്ടഡ്. നമ്മൾ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ടൈം പറഞ്ഞില്ലേ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്ന സമയം തൊട്ട് ഡോക്ടർ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള സമയം എന്ന് പറഞ്ഞ പോലെ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിലെ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്, അത് ലാബ് ആവട്ടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അവിടേക്ക് ആ ഒരു പേഷ്യന്റ് എത്തുന്ന സമയം തൊട്ട്, എത്തുന്ന സമയം എന്ന് പറയുമ്പോൾ എത്തുമ്പോൾ തന്നെ അവർ എന്ത് കൊടുക്കുന്നുണ്ട്? റിക്വസിഷൻ ഫോം, എന്ത് ടെസ്റ്റ് ആണോ അവർ ചെയ്യേണ്ടത് അത് അവർ കൗണ്ടറിൽ ആ ലിസ്റ്റ് അവർ കൊടുക്കുന്നില്ല. ആ ഒരു ടൈം തൊട്ട്, ആ ഒരു സമയം തൊട്ട് ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള സമയം. എക്സ്റേ ആണെങ്കിൽ എക്സ്റേ, CT ആണെങ്കിൽ CT, ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള ഒരു സമയം, അതാണ് വെയിറ്റിംഗ്. അതായത് ആ ഒരു ടെസ്റ്റ് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമല്ല, ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. ക്ലിയർ ആണല്ലോ? ഡയഗ്നോസ്റ്റിക് സർവീസിലേക്ക് പേഷ്യന്റ് എത്തുന്ന സമയം തൊട്ട് ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള ടൈമാണ് അത് ഉദ്ദേശിക്കുന്നത്. ഫോർമുല എങ്ങനെ വരും? സം ഓഫ് ദ ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ്, ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സം ഓഫ് ദ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ്, ഡയഗ്നോസ്റ്റിക്സിൽ എടുത്തിട്ടുള്ള ആകെ സമയം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ രോഗികളുടെ എണ്ണം. ഓക്കെ, ആകെ രോഗികളുടെ എണ്ണം എടുക്കാം, അതിനകത്ത് എത്ര സമയം കൊണ്ടാണ് അവർ ഡയഗ്നോസ്റ്റിക്സ് എടുത്ത സമയത്തിലുള്ള അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോഴും എന്താണ് മുകളില് ന്യൂമറേറ്ററിൽ ഈ പറഞ്ഞ സമ്മും ഡിനോമിനേറ്ററില് നമ്പർ 1 വരുന്നത്. തുകാബൈ എണ്ണം എന്ന് പറയുന്നത് ശരാശരിയാണ്, ആവറേജ് ടൈം ടേക്കൺ ഫോർ ദ ഡയഗ്നോസ്റ്റിക്സ് ആണ് നമ്മൾ അതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് 24ാമത്തെ ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ് കേട്ടോ. ഡിസ്ചാർജിന് എടുക്കുന്ന സമയം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, എന്താണ് ഡിസ്ചാർജിന് എടുക്കുന്ന സമയം? ഇതുപോലെ എപ്പോ തൊട്ടുള്ള ടൈമാണ് നമ്മൾ, എപ്പോ തൊട്ട് എപ്പോ വരെയുള്ള ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. The discharge process is considered to have initiated when the consultant formally approves the discharge and ends with the patient within the clinical unit. Clear ആയോ? എപ്പോ തൊട്ടാണ് നമ്മുടെ ഡിസ്ചാർജ് ടൈം എന്ന് പറയുന്നത്? എപ്പോ തൊട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്? ആ ഒരു കൺസൾട്ടന്റ്, രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ, കൺസൾട്ടന്റ് ഡിസ്ചാർജിനുള്ള ഒരു ഫോർമൽ അപ്രൂവൽ, ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു അനുവാദം കൊടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം തൊട്ട് ആ ഒരു പേഷ്യന്റ് ക്ലിനിക്കൽ യൂണിറ്റ് വിടുന്നത് വരെയുള്ള ഒരു ടൈമാണ്, ലീവ് ചെയ്യുന്നത് വരെയുള്ള ടൈം. അതാണ് ഡിസ്ചാർജിന് എടുത്ത സമയം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള സമയമല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? ഒരു രോഗിക്ക് ഫോർമൽ ആയിട്ട് ഒരു ഡിസ്ചാർജ് അപ്രൂവൽ കൺസൾട്ടന്റ് കൊടുക്കുന്ന ഒരു ടൈം തൊട്ട് ആ ഒരു പേഷ്യന്റ് ആ ഒരു യൂണിറ്റ്, ദാറ്റ് മീൻസ് ആ ഹോസ്പിറ്റൽ വിട്ടു പോകുന്നത് വരെയുള്ള ഒരു സമയം കൊണ്ട് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ട് കണക്കാക്കുന്നത്. ഫോർമുല എങ്ങനെ വരിക? സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് എടുത്തിട്ടുള്ള ആകെ സമയം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജിൽ, ആകെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട രോഗികളുടെ എണ്ണം. ഓക്കെ,
ആദ്യം ഡിസ്ചാർജ് ചെയ്യപ്പെട്ട രോഗികളുടെ എണ്ണത്തിൽ എത്ര സമയം കൊണ്ടാണ് ഡിസ്ചാർജ് ചെയ്തത് അങ്ങനെയല്ലേ നമ്മൾ കണക്കാക്കുക. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് കേട്ടോ. ഓർക്കണേ, സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്. നെക്സ്റ്റ് നോക്കാം. അടുത്തത് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് കേട്ടോ. അടുത്തത് percentage of medical records having incomplete and or improper consent. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, കംപ്ലീറ്റ് അല്ലാത്തതും വ്യക്തമായിട്ടുള്ള സമ്മതമില്ലാത്തതുമായ മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. നമ്മളവിടെ പറഞ്ഞൊരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. എന്താണ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത്? പൂർണ്ണമല്ലാത്തതും വ്യക്തമായിട്ടുള്ള സമ്മതം ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം അല്ലെ. അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതിനു മുമ്പ് എന്താണ് കൺസെന്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇൻഫോംഡ് കൺസെന്റ്. എന്താണ് ഇൻഫോംഡ് കൺസെന്റ്? Informed consent is a type of consent in which the healthcare provider has a duty to initiate his or her patient about the procedure, its potential risk and benefits, alternative procedure or treatment with the risk and benefits, so as to make the patient able to take an informed decision of his or her health care. അതായത് എന്താണ് ഇൻഫോംഡ് കൺസെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ കൺസെന്റ് എന്ന് പറഞ്ഞു, വ്യക്തമല്ലാത്ത കൺസെന്റ് എന്ന് അവർ പറഞ്ഞു. അവിടെ ഉദ്ദേശിക്കുന്ന കൺസെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് അവിടെ പറയുന്നത്. ശരിക്കും അതൊരു ഇൻഫോംഡ് കൺസെന്റ്. നമ്മൾ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയിച്ചതിന് ശേഷം പൂർണ്ണ സമ്മതത്തോടുകൂടി നമുക്ക് രോഗിയിൽ നിന്ന് ലഭിക്കുന്ന സമ്മതമാണ് കേട്ടോ. അതാണ് അത് വളരെയധികം നോട്ട് ചെയ്യും, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാര്യം ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളൊരു രോഗിക്ക് എല്ലാ വിവരങ്ങളും വ്യക്തമായിട്ട് അറിയിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു രോഗി നമുക്ക് തരുന്ന സമ്മതം. അതാണ് ഇൻഫോംഡ് കൺസെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മള് ചില കാര്യങ്ങൾ വളരെ എന്താണ് അങ്ങോട്ട് ഇവിടൊക്കെ കുട്ടി കുട്ടിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്തൊക്കെയോ മനസ്സിലായി ആ രീതിയിലൊക്കെ എന്നുള്ള രീതിയിൽ കൺസെന്റ് കൊടുക്കുന്നതല്ല. കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതവർക്ക് ബോധ്യപ്പെട്ട് അവര് പൂർണ്ണമായിട്ട് നമുക്ക് തരുന്ന സമ്മതം. അതാണ് ഇൻഫോംഡ് കൺസെന്റ്. ഇവിടെ ഇൻഫോംഡ് കൺസെന്റ് നേടിയെടുക്കണം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഇവിടെ വ്യക്തമായിട്ടുള്ള കൺസെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെ സംബന്ധിച്ച് ഒരു പേഷ്യന്റിന്റെ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കുന്ന പ്രൊസീജിയർ എന്താണെന്നും അതിന്റെ ബെനിഫിറ്റുകൾ എന്താണ്, അല്ലെങ്കിൽ അതിന് ചില ഇതൊക്കെ ഉണ്ടാവും അല്ലെ, ഈ പറയുന്ന റിസ്കുകളും മറ്റൊക്കെ ഉണ്ടാവും. അതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ തന്റെ രോഗിക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ മാത്രം, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ പറ്റില്ലെങ്കിൽ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയറുകളുണ്ട്, അതിന്റെ ബെനിഫിറ്റുകളും റിസ്കുകളും എന്തൊക്കെയാണ് അതിനെ പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ധാരണ പേഷ്യൻസിന് കൊടുക്കണം. അങ്ങനെ കൊടുത്തതിന് ശേഷം ആ പേഷ്യന്റിൽ എങ്കിൽ മാത്രമേ പേഷ്യൻസിന് അവരുടെ പരിചരണത്തെ പറ്റി കൃത്യമായിട്ടുള്ള തീരുമാനം അവരെ അറിയിക്കാനായിട്ട് സാധിക്കും. അതാണ് അവിടെ ഇൻഫോംഡ് കൺസെന്റ്. എല്ലാ വിവരങ്ങളും പൂർണ്ണമായിട്ട് അറിയിച്ചതിന് ശേഷം പേഷ്യന്റിന് ലഭിക്കുന്ന സമ്മതം. ദാറ്റ് ഈസ് കോൾഡ് ഇൻഫോംഡ് കൺസെന്റ്. അതാണ് അങ്ങനെയുള്ള സമ്മതം ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനമാണ് നമുക്കിവിടെ കണക്കാക്കുന്നത്. ഫോർമുല എങ്ങനെ വരും? നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്, അതായത് പൂർണ്ണമല്ലാത്തതും വ്യക്തമല്ലാത്ത കൺസെന്റോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ് വരിക? നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് അല്ലെ, ആകെ നടന്നിട്ടുള്ള ഡിസ്ചാർജുകളുടെയും മരണങ്ങളുടെയും എണ്ണം ഇൻടു 100. അതെന്താ ഡിനോമിനേറ്ററിൽ അങ്ങനെ പറഞ്ഞേ? ആകെ നടന്നിട്ടുള്ള ഡിസ്ചാർജുകളുടെയും മരണങ്ങളുടെയും എണ്ണം എടുത്ത് അതെന്താ അങ്ങനെ പറയാനുള്ള ഒരു റീസൺ? നമ്മൾ ഓൾറെഡി മെഡിക്കൽ റെക്കോർഡ് പഠിച്ചതാണ്, ചാപ്റ്റർ പഠിച്ചില്ലേ. അതിനകത്ത് നമ്മൾ പറയുന്നത് അല്ലെ, ഒരു രോഗി ഡിസ്ചാർജ് ചെയ്യുന്നതിൽ നമ്മളൊരു എന്താ പറയാ മെഡിക്കൽ റെക്കോർഡിന്റെ പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞു ഈ പറയുന്ന പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുക. അതുപോലെ മരണപ്പെട്ടവരുടെ ആണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു 30 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്ത രോഗികളുടെയും മരണപ്പെട്ട രോഗികളുടെയും റെക്കോർഡുകളല്ലേ അവിടെ കംപ്ലീറ്റ് ആവേണ്ടത്, അവരുടെ റെക്കോർഡുകളല്ലേ കംപ്ലീറ്റ് ആവേണ്ടത്. അതുകൊണ്ടാണ് ആ എണ്ണം കേട്ടോ. അല്ലാണ്ട് നിലവിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുടെ മെഡിക്കൽ റെക്കോർഡ് എന്തായാലും കംപ്ലീറ്റ് അല്ല. അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടെങ്കിൽ മരിച്ചു പോയവരുടെ മെഡിക്കൽ റെക്കോർഡ് എന്തായാലും കംപ്ലീറ്റ് ആയിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഡിനോമിനേറ്റർ
അങ്ങനെ വന്നത് കേട്ടോ. നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്, ആകെ നടന്നിട്ടുള്ള ഡിസ്ചാർജുകളുടെയും ഡെത്തുകളുടെയും ആകെ നടന്നിട്ടുള്ള ഡിസ്ചാർജുകളുടെ ഡെത്തുകളുടെയും റെക്കോർഡുകളാണ് കംപ്ലീറ്റ് ആവേണ്ടത്. അങ്ങനെ കംപ്ലീറ്റ് ആവേണ്ട റെക്കോർഡുകളിൽ ഈ പറയുന്ന ഇൻകംപ്ലീറ്റ് ആയിട്ട് വ്യക്തമല്ലാത്ത സമ്മതത്തോടു കൂടിയിട്ട് എത്ര മെഡിക്കൽ റെക്കോർഡുകൾ വന്നിട്ടുണ്ട്? ഇൻറ്റു 100 ശതമാനമാണല്ലോ. അങ്ങനെ എന്നിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. അടുത്ത 26ാമത്തെ സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ് കേട്ടോ. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ്, അടിയന്തര മരുന്നുകൾ സ്റ്റോക്ക് ഔട്ട് ആയതിന്റെ നിരക്കാണ് കേട്ടോ. നമുക്കറിയാം അടിയന്തരമായിട്ടുള്ള എമർജൻസി മെഡിസിൻസുകൾ ലഭ്യമല്ലാത്ത എമർജൻസി മെഡിസിൻസുകളുടെ നിരക്കാണ് നമ്മൾ കണക്കാക്കുന്നത്. ആദ്യം തന്നെ എന്താണ് സ്റ്റോക്ക് ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? A stock out is an event which happens when an item listed as an emergency medication by the organization is not available upon the requested requirement date in the organization. Clear ആയോ? എന്താണ് സ്റ്റോക്ക് ഔട്ട് എന്ന് തന്നെ അറിയാം അല്ലെ. സ്റ്റോക്ക് ഔട്ട് ആയെന്ന് വെച്ചാൽ തീർന്നു പോകാന്നുള്ള അർത്ഥമാണ് അല്ലെ. അതായത് ഒരു ഓർഗനൈസേഷൻ അഥവാ ഒരു ഹെൽത്ത് സെക്യൂരിറ്റി എമർജൻസി മെഡിക്കേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മരുന്നുകള്, ആ മരുന്നുകള് ആവശ്യമുള്ള സമയത്ത് ലഭ്യമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം, അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. പ്രത്യേകം പറയുന്നുണ്ട്, എമർജൻസി മെഡിക്കേഷൻ ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മരുന്നുകൾ അത് ആവശ്യപ്പെടുന്ന സമയം ലഭ്യമല്ലാതിരിക്കുന്ന സാഹചര്യത്തിനെയാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. എങ്ങനെ കണക്കാക്കും നമ്മുടെ ഫോർമുല? നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഓഫ് എമർജൻസി ഡ്രഗ്സ് അല്ലെ. സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മരുന്നുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ്സ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലറി ഇൻറ്റു, ഇവിടെ ഒരു ഇൻറ്റു മിസ്സിംഗ് ആണ്, അത് നിങ്ങൾ എഴുതി ചേർക്കണം കേട്ടോ. ഇൻറ്റു മിസ്സിംഗ് ആണ്, ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു മിസ്സിംഗ് ആണ്, അവിടെ എഴുതി ചേർക്കണം കേട്ടോ, ഇൻറ്റു ചേർക്കണം. അതായത് ഹോസ്പിറ്റൽ ഫോർമുലകളുടെ എമർജൻസി ഡ്രഗുകളായിട്ട് അടിയന്തര മരുന്നുകളായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആകെ മരുന്നുകളുടെ എണ്ണം എടുക്കാം. അതിനകത്ത് സ്റ്റോക്ക് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള തീർന്നു പോയിട്ടുള്ള എമർജൻസി ഡ്രഗുകളുടെ എണ്ണം ഇൻറ്റു 100 ഞാൻ എടുക്കുന്നത് കേട്ടോ. Number of stock outs of emergency drugs divided by number of drugs listed as emergency drugs in the hospital formulary into 100. Hospital formulary ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഫാർമസിക്കകത്ത് ഒരു ലിസ്റ്റിൽ ഒരു ഹോസ്പിറ്റലില് ഉപയോഗിക്കുന്നതിനായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റ് ആണ് കേട്ടോ ഫോർമുലറി. ഇൻഡോ എഴുതി ചേർക്കണം കേട്ടോ. ഒരു 100. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടി തോന്നുന്നുണ്ടോ? കുറച്ച് ഡ്രൈ ആണ് കേട്ടോ, നിങ്ങൾക്ക് കേട്ടിരിക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ബോറടിക്കുന്നുണ്ടോ? കുറച്ച് ചെറുതായിട്ട് അല്ലെ. ഓക്കെ, സാരില്ല, കുറച്ച് ബോറടിക്കുന്നത് ഇങ്ങനെ ഫോർമുലകളാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. സാരില്ല, പക്ഷെ നമുക്ക് വേഗം തീർക്കണമല്ലോ, ചാപ്റ്റേഴ്സിൽ വേഗം തീർത്തു പോകണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എപ്പോഴെങ്കിലും നമുക്ക് എന്താ പറയാ പോർഷൻസ് ഒക്കെ തീർന്നിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് ടൈമൊക്കെ കിട്ടുകയാണെങ്കിൽ സംസാരിക്കാം കേട്ടോ. കാര്യം നമ്മള് ഓൺലൈനായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും കാണുന്നില്ല, നിങ്ങളായിട്ട് അധികം സംസാരിക്കാനാണെങ്കിൽ സമയം നമുക്ക് കിട്ടാറില്ല. ഇല്ല മുസ്ലിം വന്നിട്ടില്ല കേട്ടോ. നിങ്ങളിനി കോൺവൊക്കേഷൻ ഒക്കെ ഉണ്ടാവുന്ന പറ്റും കേട്ടോ. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കോൺവൊക്കേഷൻ വരില്ലേ നിങ്ങള്? ഇത് വരാതിരിക്കുമോ? അപ്പൊ നമുക്ക് നേരിട്ട് സംസാരിക്കാം. വരുമോ നിങ്ങള്? വരില്ല. എന്താണ് സുഹൈന വരാത്തത്? സുഹൈന മാത്രം വരില്ല, ബാക്കി എല്ലാവരും പറഞ്ഞോണ്ടാ. നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞു. ഇപ്പോ 8ന്റെ ഒന്നും നടന്നിട്ടില്ല. 7 വരെയുള്ള ബാച്ചിന്റെ കഴിഞ്ഞിട്ടുള്ള കോൺവെർസേഷൻ. 8, 9, 10 ഒക്കെ കഴിഞ്ഞിട്ട് വേണം 11 എത്താനായിട്ട്. സമയം കൊടുക്കും. എന്തായാലും ആ സമയത്ത് വരണം കേട്ടോ, മാക്സിമം വരാനായിട്ട് നോക്കുക. അതെ, നേരിട്ട് കാണാം. എക്സാം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. എക്സാം ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് ആ സമയം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്താണല്ലോ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, എല്ലാരും വരാൻ നോക്കണം കേട്ടോ. നമുക്ക് അങ്ങനെ വരുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ സത്യം പറഞ്ഞ് കിട്ടുന്നുള്ളൂ. അല്ലാണ്ട് നമ്മളിങ്ങനെ ക്ലാസ് എടുത്തു പോകുന്നു, അവിടെ തീരെയാണല്ലോ. ക്ലാസ് കഴിഞ്ഞ് നമ്മൾ കാണുന്നില്ല. അപ്പൊ പിന്നെ നമ്മള് ക്ലാസ് എടുത്ത് ഇങ്ങനെ പോകുമ്പോ പിന്നെ നമുക്ക് ആ ഒരു ബന്ധം കിട്ടുന്നില്ലല്ലോ. അത് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നിങ്ങളെ കാണാനും അതൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ടൈമാണ്. നിങ്ങളെ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് ടീച്ചർക്കാർക്ക് അക്കൗണ്ട് അറിയില്ല കേട്ടോ. ടീച്ചർക്കാണെങ്കിൽ ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് വരെ പറഞ്ഞു കേട്ടോ.
അടുത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ഇവിടെ ഒരു ഇൻഡു ചേർക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിലൊരു പേന എടുത്ത് പിടിച്ചോ, കാര്യം ഇവിടെ ഒരെണ്ണത്തിന്റെ ഫോർമുല കൊടുത്തിട്ടില്ല. അത് നമുക്ക് എഴുതി ചേർക്കണം കേട്ടോ. ഫോർമുല എഴുതാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേന എടുത്ത് കയ്യിൽ പിടിച്ചോളൂ. 27ാമത്തെ കേട്ടോ. നോക്കുക, നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ് കേട്ടോ. മോക്ക് ഡ്രിൽസുകളിൽ ഒബ്സർവ് ചെയ്യപ്പെടുന്ന വ്യതിയാനങ്ങളുടെ എണ്ണമാണ് നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, നിരീക്ഷിക്കപ്പെടുന്ന, ഒബ്സർവ് ചെയ്യപ്പെടുന്ന വ്യതിയാനങ്ങളുടെ എണ്ണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് മോക്ക് ഡ്രിൽ എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലെ. അതൊരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ് അല്ലെ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോ, ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ, എന്ത് വേണമെങ്കിലും ഡിസാസ്റ്റർ വരുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ തന്നെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടിയന്തര സാഹചര്യം, എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നൊരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ് ശരിക്കും മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെയുള്ള മോക്ക് ഡ്രില്ലുകൾ നമ്മൾ ഇത്തരം മോക്ക് ഡ്രില്ലുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയറുകളെ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന മോക്ക് ഡ്രില്ലുകളിൽ വരുന്ന വ്യതിയാനങ്ങളുടെ, വാരിയേഷൻസുകളുടെ എണ്ണമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഓക്കെ, നോക്കുക. മോക്ക് ഡ്രിൽ ഈസ് എ സിമുലേഷൻ എക്സർസൈസ് ഓഫ് പ്രിപ്പയർഡ്നെസ് ഫോർ എനി ടൈപ്പ് ഓഫ് ഇവന്റ്. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അതിനെ പ്രിപ്പയർഡ് ആവാനുള്ള ഒരു ട്രെയിനിങ് ആണ് ശരിക്കും മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് കുഡ് ബി എൻ ഇവന്റ് ഓർ ഡിസാസ്റ്റർ. ചിലപ്പോൾ ഒരു സംഭവം ഡിസാസ്റ്റർ, ദുരന്തങ്ങൾ എന്ത് വേണമെങ്കിലും ആവാം അല്ലെ. ദിസ് ഈസ് ബേസിക്കലി എ ഡ്രൈ റൺ ഓർ എ പ്രിപ്പയർഡ്നെസ് ഡ്രിൽ അല്ലെ. ഡ്രൈ റൺ, പ്രിപ്പയർഡ്നെസ് ഡ്രിൽ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഫയർ മോക്ക് ഡ്രില്ല്, ഡിസാസ്റ്റർ ഡ്രില്ല്, കോഡ് ബ്ലൂ ഡ്രില്ല്, ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഡ്രില്ല്, ഇതൊക്കെ എന്താണ് മോക്ക് ഡ്രില്ലുകൾക്ക് എക്സാമ്പിൾ ആണ്. മനസ്സിലായോ പറഞ്ഞത്? വ്യതിയാനങ്ങളുടെ എണ്ണം കഴിഞ്ഞ ക്വാളിറ്റി അഷ്വറൻസിൽ പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറഞ്ഞ് പെട്ടെന്ന് കേൾക്കാം. അതായത് ഇതൊരു ഹോസ്പിറ്റലിൽ ഒരു മോക്ക് ഡ്രില്ല് കണ്ടക്ട് ചെയ്യാൻ കേട്ടോ. മോക്ക് ഡ്രില്ല് കണ്ടക്ട് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അവരിങ്ങനെ ഒരു ഇത് കൊടുക്കുകയാണ്. അതായത് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ തീപിടുത്തം ഉണ്ടാകും. എങ്ങനെ അവിടുത്തെ സ്റ്റാഫുകൾ അതിനെ ഇവാക്യുവേറ്റ് ചെയ്യണം എന്നതിനുള്ള ഒരു മോക്ക് ഡ്രില്ല് അവർ കണ്ടക്ട് ചെയ്യാണ്. അപ്പോ അതിനൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്. അതായത് അലാറം അടിക്കുന്നു. അലാം അടിക്കുന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ ആ സെക്കൻഡിൽ തന്നെ അലാമിൽ നിന്ന് സൗണ്ട് വരികയും ആളുകൾ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ എവിടേക്ക് എത്തണം? ഗ്രൗണ്ട് ഫ്ലോറിലോട്ട്, ഗ്രൗണ്ട് അല്ല, പുറത്തേക്ക് എത്തണം. ഓക്കെ, പുറത്തോട്ട് എത്തണം. ഇതാണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഇരിക്കട്ടെ. മോക്ക് ഡ്രില്ലിനുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. എന്നിട്ട് അലാം അടിക്കുന്നു, അപ്പൊ തന്നെ സൗണ്ട് വരുന്നു. സൗണ്ട് കേട്ട ഉടനെ വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്ത് എവിടേക്ക് എത്തണം? പുറത്തോട്ട് എത്തണം. ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്തപ്പോ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. പക്ഷെ എന്താണ്, അലാമിൽ നിന്ന് സൗണ്ട് വരാനായിട്ട് ഒരു 2 മിനിറ്റ്സ് ലേറ്റ് ആയി വിചാരിക്കാം. നമ്മള് പറഞ്ഞ പ്രകാരം സ്വിച്ച് ഓൺ ചെയ്ത് സൗണ്ട് വരണമായിരുന്നു. പക്ഷെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു 2 മിനിറ്റ് വൈകിട്ടാണ് അലാമിൽ നിന്ന് സൗണ്ട് വന്നത്. അത് മാത്രമല്ല, അവിടെ ഒരു വേരിയേഷൻ വന്നു. പിന്നെന്താണ്, നമ്മൾ പറഞ്ഞ 5 മിനിറ്റിനുള്ളിൽ ആളുകൾ പുറത്തെത്തണം. ഓക്കെ, 7 മിനിറ്റ് എടുത്തിട്ടാണ് ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്തോട്ട് വന്നത്. എന്ന് വെച്ചാൽ 2 മിനിറ്റ് കൂടുതൽ എക്സ്ട്രാ എടുക്കേണ്ടി വരും. അതിനുള്ളത് 7 മിനിറ്റ് ആയി. അപ്പൊ ഇതൊക്കെ ആ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ വന്ന വേരിയേഷൻസ് ആണ് അല്ലെ. അങ്ങനെ വന്നിട്ടുള്ളതാണ് വേരിയേഷൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ എന്താ പറയാ, എണ്ണമാണ് അവിടെ കണക്കാക്കുന്നത്. അപ്പൊ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. കാരണം ഇവിടെ കൊടുത്തിട്ടില്ല, എഴുതിക്കോളൂ. ഫോർമുല ഇതാണ് കേട്ടോ. എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് variations observed in mock drill divided by total number of observations made. ഒന്നുകൂടെ പറയാണ്, ഫോർമുല ശ്രദ്ധിച്ച് കേൾക്കാം. ഫസ്റ്റ്, ടോട്ടൽ നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ. മോക്ക് ഡ്രില്ലില് ഒബ്സർവ് ചെയ്യപ്പെട്ട ആകെ വ്യതിയാനങ്ങളുടെ എണ്ണം, ഇതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ്. എന്ന് പറഞ്ഞാൽ ആകെ നടന്നിട്ടുള്ള ഒബ്സർവേഷനുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? ആകെ നടന്നിട്ടുള്ള മോക്ക് ഡ്രില്ലുകളുടെ എണ്ണമാണ് അല്ലെ. ആകെ നടന്നിട്ടുള്ള മോക്ക് ഡ്രില്ലുകളുടെ എണ്ണം എത്രയാണ് നോക്കാം. അതിനകത്ത് എത്ര എണ്ണത്തില് വാരിയേഷൻസ് വന്നിട്ടുണ്ട്? ഇൻറ്റു 100 അല്ലെ. 100 ഇടണം കേട്ടോ. ഇൻറ്റു 100. ക്ലിയർ ആയോ? ഫസ്റ്റ് ഫോർമുല ഇതായിരുന്നു. ടോട്ടൽ നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ. ടോട്ടൽ നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ് ഇൻറ്റു 100.
ആരെങ്കിലും ഒരാള് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ divided by total number of observations made into 100 കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ, നിശ്ചയിട്ടിട്ടുണ്ട്, ഒന്ന് നോക്കുക കേട്ടോ. ശരി, അത്രയും. അടുത്തത് കേട്ടോ 28 നോക്കാം. 28ാമത്തെ പേഷ്യന്റ് ഫാൾ റേറ്റ് കേട്ടോ. പേഷ്യന്റ് ഫാൾ റേറ്റ് അഥവാ ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ് കേട്ടോ, അങ്ങനെ കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ട് ക്വാളിറ്റി അഷുറൻസിൽ ക്ലാസ് എടുത്തപ്പോ ആരോ ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു, അത് പേഷ്യൻസിന്റെ എണ്ണത്തിൽ വരുന്ന കുറവാണോ? അല്ല, പേഷ്യൻസ് വീണ് പോകുന്ന പേഷ്യൻസുകളുടെ എണ്ണമാണ്, നിരക്കാണ് നമ്മളുടെ കണക്കാക്കുന്നത് കേട്ടോ. എന്താണ് ഫാൾ എന്നത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. എ ഫാൾ ഇസ് ഡിഫൈൻഡ് ആസ് ലോസ്. എന്താണ് ഫാൾ എന്ന് നമുക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ല, വീണ് പോകുന്ന രോഗികളാണ് അല്ലെ. ചിലർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ ബാത്റൂമിൽ തെന്നി വീഴുകയോ അല്ലെങ്കിൽ ഇപ്പൊ ബെഡിൽ നിന്ന് വീഴുകയോ ചെയറിൽ നിന്ന് വീഴുകയോ അങ്ങനെയൊക്കെ സംഭവിക്കാലോ. വഴുതി വീഴാം അല്ലെ. ചിലപ്പോൾ അവിടുത്തെ ഫിസിക്കൽ ഫെസിലിറ്റിയിൽ വല്ല ഇപ്പൊ സ്ലിപ്പറി ഫ്ലോർ ഒക്കെ ആണെങ്കിൽ അങ്ങനെ തെന്നി വീണ അപകടങ്ങളൊക്കെ വരുന്ന രോഗികൾ ഉണ്ടായിരിക്കും അല്ലെ. ബാത്റൂമിൽ തലയിടിച്ച് വീഴുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, സീലിയ നമ്മൾ ഡെയിലി മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ സീലിയ. അതാണ് അതിനുള്ള മാർഗം. അപ്പൊ അതിൽ നിന്നും നമുക്ക് ഈ പറയുന്ന ടോപ്പിക്സിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. ക്ലാസ് മാത്രം കേട്ടുകൊണ്ട് കാര്യമില്ല, അതിനെ സംബന്ധിക്കുന്ന മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് തരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, ഇതില് പേഷ്യന്റ് ഫാൾ റേറ്റ് അല്ലെ. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവസാനം ഒരു റിവിഷൻ സെക്ഷന് ടൈം കിട്ടുകയാണെങ്കിൽ നമുക്കൊരു റിവിഷൻ തരാം. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസും മറ്റും വരുന്നതെന്നുള്ളത്. അതിനുള്ള ടൈം നമുക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് പോർഷൻസ് ഇഷ്ടം പോലെ തീർക്കാനുണ്ട്. സാധാരണ പോർഷൻസ് തീർത്തിട്ട് നമുക്കൊരു ചെറിയൊരു റിവിഷൻ ക്ലാസ് നമുക്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ രീതിയിലാണ് ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഫാൾ എന്താന്ന് നോക്കാം. A fall is defined as a loss of upright position that results in landing on the floor, ground or an object or furniture or a sudden uncontrolled, unintentional, non-purposeful downward displacement of the body to the floor or ground or hitting another object like a chair or stair. Okay, it is an event that ends in a person coming to rest unknowingly on the ground or floor or other lower level. മൂല വീഴ്ച, ഇതാണ് ഫോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ ലോസ് ഓഫ് എ അപ്രൈറ്റ് പൊസിഷൻ. അത് നേരെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ഫ്ലോറിലോട്ട് വീണ് പോകുന്ന സാഹചര്യമാണ് അല്ലെ. ബെഡിൽ നിന്ന് വീഴുന്നതോ ചെയറിൽ നിന്ന് വീഴുന്നതോ മറ്റെന്തെങ്കിലും തട്ടിത്തടഞ്ഞ് നമ്മൾ വീഴുന്നതോ ഒക്കെയാണ് ഇവിടെ ഫോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, അതിനകത്ത് വേറെ ചോദ്യമൊന്നുമില്ല. ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾസ്, വീണു പോകുന്ന പേഷ്യൻസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. നമ്മൾ കണക്കാക്കുന്നത് 1000 പേഷ്യന്റ് ഡേയ്സിലാണ്. പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ്. ഈ പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണത്തിനാണ് നമ്മൾ പേഷ്യന്റ് ഡേയ്സ്. 1000 പേഷ്യന്റ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 1000 രോഗികൾ ചെലവഴിക്കുന്ന, നമ്മൾ 1000 രോഗികളിലാണ് കണക്കാക്കുന്നത് ചെലവഴിക്കപ്പെടുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണമാണ്. അതിനകത്ത് എത്ര രോഗികൾ ഇതുപോലെ വീണു പോകുന്നുണ്ട് അങ്ങനെയാണ് കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. ഇത്തരം ഫോർമുലയിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസുകൾ അധികം ചോദിച്ച് കണ്ടിട്ടില്ല. മോഡലിനൊക്കെ വരാറുണ്ട്. മോഡൽ എക്സാമിനൊക്കെ ഈ പറയുന്ന പോലെ എന്താ പറയാ ഫോർമുല ചോദിക്കാറുണ്ട്. ഫോർമുല തെറ്റിച്ചൊക്കെ തരും. ന്യൂമറേറ്റ് ചിലപ്പോ കറക്റ്റ് അല്ലാതെ ഡിനോമിനേറ്ററിലൊക്കെ മാറ്റി ഇൻറ്റു ഒക്കെ തരും. ചിലപ്പോ എന്താ പറയാ ഇൻറ്റു എന്നുള്ളത് ചിലപ്പോ ഡിവിഷൻ ഒക്കെ ആയിട്ടൊക്കെ തരും. ഇൻറ്റു 100 എന്നുള്ളത് ഡിവൈഡഡ് ബൈ 100 അങ്ങനെയൊക്കെ തരും. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് മോഡൽ എക്സാമിന് കണ്ടിട്ടുണ്ട്. മറ്റേ ഫൈനൽ എക്സാമിന് അധികം ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല. ഫോർമുല ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് അധികം കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, അടുത്തത് ഞാനത് പഠിച്ചു പോയിക്കോളൂ, വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് നിയർ മിസ്സസ് കേസുകളുടെ ശതമാനം. നിയർ മിസ്സസ് എന്താന്നൊക്കെ ഞാൻ ക്വാളിറ്റി അഷുറൻസിൽ പറഞ്ഞു തന്നിരുന്നു അല്ലെ. അതായത് അൺപ്ലാനഡ് ആയിട്ടുണ്ടാവുന്ന
പ്രശ്നങ്ങളാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ നിയർ മിസ്സസ് എന്ന് വെച്ചാൽ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന അപകടമാണ്, പക്ഷെ ഭാഗ്യത്തിന് എന്താണ് സംഭവിച്ചില്ല, രോഗി രക്ഷപ്പെടുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നിയർ മിസ്സുകളുടെ ശതമാനമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കുക കേട്ടോ. എ നിയർ മിസ് ഇസ് an unplanned event that did not end in injury, illness or damage but had the power to do so. അല്ലെ, അതാണ് സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു അപകടമായിരുന്നു അല്ലെ. എന്താണ് ഈ ചാപ്റ്ററിൽ നിന്ന് കുറവല്ല, ഈ മറ്റേ എന്താ പറയാ, ഈ പറയുന്ന ഫോർമുലയിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, കേട്ടോ. ബാക്കിയുള്ള ഭാഗത്തുനിന്ന് കണ്ടിട്ടുണ്ട്, കമ്പോണന്റുകള്, അതുപോലെ തന്നെ നമ്മുടെ NADH, JCA അങ്ങനെയുള്ള ഭാഗത്തുനിന്നൊക്കെ ക്വസ്റ്റ്യൻസുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെയൊക്കെ ഫുൾ ഫോമുകളില്ലേ, ഇപ്പൊ JCAയുടെ ഒക്കെ നമ്മൾ പഠിച്ചപ്പോ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ, അതിന്റെ കുറെ ഫുൾ ഫോമുകളില്ല, അതൊക്കെയാണ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഫോർമുലയിൽ നിന്ന് ഫൈനൽ എക്സാമിന് കണ്ടിട്ടില്ല, ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല എന്ന് കരുതി നിങ്ങൾ നോക്കാതെ പോകണ്ട, നോക്കിക്കോളൂ, ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുന്നു കേട്ടോ. അപ്പൊ നോക്കാം, ഇതാണ് പറഞ്ഞത് നമ്മുടെ നിയർ മിസ്സസിന്റെ കേസ് അല്ലെ. അപ്പൊ എറേഴ്സ് ദാറ്റ് ഡിഡ് നോട്ട് റിസൾട്ട് ഇൻ പേഷ്യന്റ് ഹാം ബട്ട് കുഡ് ഹാവ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് നിയർ മിസ്സസ്. നിയർ മിസ്സസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നിയർ മിസ്സുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് ഇൻറ്റു 100. ഇവിടെ ഒരു ഇൻറ്റു വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, ഒരു ഇൻറ്റു മാത്രം വിട്ടുപോയിട്ടുണ്ട്, അത് നിങ്ങൾ ഇടണം കേട്ടോ. ആകെ നടന്നിട്ടുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസിഡന്റുകളുടെ എണ്ണം. എന്നോട് ശ്രദ്ധിക്കാം, നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എണ്ണം, അതായത് നമ്മൾ തലനാരിലേക്കൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന, അപകടങ്ങൾ ഒഴിവായിട്ട് പോകുന്ന ചില കേസുകളുടെ എണ്ണം, അതാണ് എടുക്കുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ്, ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇൻസിഡന്റുകൾ. ഇവിടെ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങളാണ്. ആകെ എത്ര പ്രതികൂല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിനകത്ത് നിയർ മിസ്സസ് ആയിട്ട് പോയ കേസുകൾ ഏതൊക്കെയാണ്, അതായത് അപകടം വരാതെ രക്ഷപ്പെട്ടു പോയിട്ടുള്ള കേസുകളുടെ എണ്ണത്തിലാണ്, അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. ഇൻറ്റു 100 പെർസെന്റേജ് ആണല്ലോ, സോ ഇൻറ്റു 100 കേട്ടോ. നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് ഇൻറ്റു 100 കേട്ടോ. അടുത്തതാണ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കേട്ടോ. ഈ നീഡിൽ സ്റ്റിക്ക് വഴിയായിട്ടുണ്ടാവുന്ന ഇഞ്ചുറികളുടെ അത്തരം കേസുകളുടെ എണ്ണമാണ് കേട്ടോ. നീഡിൽ സ്റ്റിക്ക് നോക്കിയാൽ നമ്മൾ കാനലൊക്കെ വെക്കുമ്പോൾ അസ്വാഭാവികമായിട്ടൊക്കെ ഉണ്ടാവുന്ന ചില മുറിവുകള്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള മുറിവുകളുടെ എണ്ണമാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എ പെർഫോറേറ്റിംഗ് സ്റ്റാബ് വുണ്ട് ഫ്രം എ നീഡിൽ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടോ, അതർ ഷാർപ്പ് ഒബ്ജക്ട് ദാറ്റ് മേ റിസൾട്ട് ഇൻ എക്സ്പോഷർ ടു ബ്ലഡ് ഓർ അതർ ബോഡി ഫ്ലൂയിഡ്സ്. അല്ലെ, ഇപ്പൊ നമ്മൾ നീഡിൽ വഴി മറ്റേതെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സുകള് വഴിയായിട്ട് ഉണ്ടാവുന്ന എന്താണ് മുറിവുകളാണ് അല്ലെ. അപ്പൊ അതുമൂലം ചിലപ്പോൾ ബ്ലഡ് വരിക, മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾ സംഭവിക്കാം. അങ്ങനെ ഉണ്ടായിട്ടുള്ള കേസുകളുടെ എണ്ണമാണ് കേട്ടോ. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ആർ ദ വൂണ്ട്സ് കോസ്ഡ് ബൈ നീഡിൽസ് ദാറ്റ് ആക്സിഡന്റലി പങ്ക്ചർ ദ സ്കിൻ അല്ലെ. അറിയാതെ സംഭവിക്കുന്നതാണ്, ആക്സിഡന്റലി സംഭവിക്കുന്നതാണ്, നീഡിൽസ് അറിയാതെ കുത്തുമ്പോൾ സംഭവിക്കുന്ന മുറിവുകളാണ്. അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. അത്തരം കേസുകളുടെ എണ്ണം നോക്കാം കേട്ടോ. ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് പാരന്ററൽ എക്സ്പോഷേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ് ഇൻറ്റു 1000. എന്താണ് പറയുന്നത്? നമ്പർ ഓഫ് പാരന്ററൽ എക്സ്പോഷേഴ്സ് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി തന്നെയാണ് കേട്ടോ. ഇഞ്ചക്ഷൻ മൂലം, ഇൻഫ്യൂഷൻ മൂലം ഒക്കെ ഉണ്ടാവുന്ന മുറിവുകള്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് പാരന്ററൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ, ഇൻഫ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന, അതുമൂലം ഉണ്ടാകുന്ന പുറത്തേക്ക് ബ്ലഡ് ഒക്കെ വരുന്ന ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകുന്ന കേസുകളുടെ ആകെ എണ്ണം എടുക്കുക. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ് ഇൻറ്റു 1000 കേട്ടോ. അതായത് ആകെ പേഷ്യൻസ് ഉണ്ടായിരുന്ന ദിവസങ്ങളുടെ എണ്ണം. കാര്യം പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ് അല്ലെ. പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോഴാണ് സാധാരണ കാനുലും മറ്റും ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് ആകെ പേഷ്യന്റ് ഡേയ്സുകളുടെ എണ്ണം 1000 പേഷ്യന്റ് ഡേയ്സ് ആണ് കണക്കാക്കുന്നത്. അതിനകത്ത് എത്ര ഇതുപോലെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്പർ ഓഫ് പാരന്ററൽ എക്സ്പോഷർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ് ഇൻറ്റു 1000. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 31ാമത്തത് അപ്രോപ്രിയേറ്റ് ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ചേഞ്ച് ടു ബി ഡൺ സെപ്പറേറ്റ്ലി ബ്രാക്കറ്റിലാണ് സെപ്പറേറ്റ്ലി ഫോർ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് കേട്ടോ. ഡോക്ടേഴ്സിന്റെ നഴ്സസിന്റെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡ്യൂട്ടി ഷിഫ്റ്റിനെ സംബന്ധിക്കുന്ന ഫോർമുലയാണ് കേട്ടോ. പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ് കേട്ടോ. അറിയാലോ, സാധാരണ ഡ്യൂട്ടി ഒരു ഷിഫ്റ്റ് ചെയ്യും, ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും. അപ്പൊ അത്തരത്തില് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ
ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുള്ളതിന്റെ ആ ഒരു ശതമാനമാണ് അവിടെ കണക്കാക്കുന്നത് കേട്ടോ. നോക്കുക, ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുള്ള എന്താണ് ഈ പറയുന്ന കേസുകളുടെ അല്ലെങ്കിൽ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്തിട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ്. ഷിഫ്റ്റ് അതായത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യപ്പെടേണ്ട അവസരങ്ങളുടെ ആകെ എണ്ണം കേട്ടോ. അതായത് നമ്മൾ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങളുടെ എണ്ണം എടുക്കാം, ആകെ എണ്ണം എടുക്കാം. അതിനകത്ത് എത്ര എണ്ണത്തിൽ കറക്റ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ആകെ ഹാൻഡ് ഓവർ ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങളുടെ ആകെ എണ്ണം എടുക്കാം. അതിനകത്ത് എത്ര എണ്ണത്തിൽ കൃത്യമായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ നടന്നിട്ടുണ്ട്. ഓക്കെ, രാത്രി ചിലപ്പോൾ നടന്നിട്ടുണ്ടെന്ന് ഉറപ്പൊന്നുമില്ല, ചിലതിൽ നടന്നിട്ടുണ്ടാവും, ചിലപ്പോൾ എന്താ പറയാ നടക്കുന്നതുണ്ടാവും, നടക്കാത്തതുണ്ടായിരിക്കും. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങളുടെ ആകെ എണ്ണം എടുക്കാം. അതിനകത്ത് എത്ര എണ്ണത്തിൽ കറക്റ്റ് ആയിട്ട് ഹാൻഡ് ഓവർ നടന്നിട്ടുണ്ട് ഇൻറ്റു 100 ശതമാനമാണ്, ഇൻറ്റു 100 ആണ്. അത് നമ്മൾ ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടി ടൈമും ഹാൻഡ് ഓവറും അതുപോലെ നഴ്സിന്റെ ഹാൻഡ് ഓവറും പ്രത്യേകം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ അടുത്തത് വരുന്നത് കംപ്ലൈന്റ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസ് ഇൻ ക്യാപിറ്റൽസ് കേട്ടോ. എന്താണ് ഈ കംപ്ലൈന്റ്സിന്റെ അർത്ഥം? എന്താണ്? പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കംപ്ലൈന്റ്സ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ക്യാപിറ്റൽസ്, അതായത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററില് മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസുകൾ എഴുതിയിട്ടുള്ളതിന്റെ അല്ലെങ്കിൽ അത്തരത്തിലെ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷനുകൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുള്ളതിന്റെ നിരക്കാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ സാധാരണ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മരുന്നുകളുടെ പേരും മറ്റൊരു ശരിക്കും ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാനായിട്ട്. അങ്ങനെ ഒരു റൂൾ ഉണ്ട് ശരിക്കും. അതിൽ എത്ര പേര് അങ്ങനെ എഴുതുന്നുണ്ടോ ഇല്ലെന്നുള്ളത് അറിയില്ല, എങ്കിൽ കൂടിയും പൊതുവെ നമ്മൾ മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണം എഴുതാനായിട്ട്. അത്തരത്തിലെ ക്യാപിറ്റൽ ലെറ്ററുകൾ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു ശതമാനമാണ് അവിടെ കണക്കാക്കുന്നത്. അപ്പൊ എങ്ങനെ ഫോർമുല വരിക? ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷനുകളുടെ ആകെ എണ്ണം എടുക്കുക, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ, ആകെയുള്ള പ്രിസ്ക്രിപ്ഷനുകളുടെ എണ്ണം ഇൻറ്റു 100 കേട്ടോ. ആകെ ഇത്ര പ്രിസ്ക്രിപ്ഷൻസുകൾ ഉണ്ട്, അതിനകത്ത് എത്ര എണ്ണത്തിൽ കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്റർ പാലിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് ഇൻറ്റു 100 പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 ആണ് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിന്റെ ഫോർമുലകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ എടുത്തത് കേട്ടോ. കാര്യം ക്വാളിറ്റി അഷുറൻസിൽ നമ്മൾ 32 ക്വാളിറ്റി പെർഫോമൻസ് ഇൻഡിക്കേറ്റർ പഠിച്ചു. അതിന്റെ എല്ലാത്തിന്റെ ഫോർമുലയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ഞാൻ 32 എണ്ണം പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലകൾ ഞാൻ ടിക്ക് ചെയ്ത് തരാം. അത് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഒന്ന് ടിക്ക് ചെയ്ത് വെക്കാമോ? ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. 32 ഫോർമുലകൾ ഉണ്ട്. 32 ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലകൾ ഞാനൊന്ന് മാർക്ക് ചെയ്ത് തരാം. ഒന്ന് ടിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഒന്നാമത്തെ മാർക്ക് ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് വൺ മാർക്ക് ചെയ്തോളൂ. ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് തുടങ്ങിയില്ലേ, ഫസ്റ്റ് വൺ അത് മാർക്ക് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ മാർക്ക് ചെയ്തോളൂ. പിന്നെ നാലാമത്തെ മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്, നാലാമത്തെ ഫോർമുല കേട്ടോ, മാർക്ക് ചെയ്തോളൂ. പിന്നെ വരുന്നത് 7 കേട്ടോ, 7 പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT, ഏഴാമത്തെ പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT, ഏഴാമത്തെ കേട്ടോ. പിന്നെ 9 9th വൺ പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, 9th വൺ. Then 10th കേട്ടോ, 10ാമത്തെ 10th സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU കേട്ടോ. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU 10ാമത്തെ. അടുത്തത് 14 കേട്ടോ, 14ാമത്തെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് കേട്ടോ. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് മാർക്ക് ചെയ്തു. പിന്നെ 16 കേട്ടോ, 16ാമത്തെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് മാർക്ക് ചെയ്തോളൂ. പിന്നെ 17 കേട്ടോ, 17th വൺ 17 ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. 19 പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്, ഇന്ന് പഠിച്ചതാണ്. 19 മാർക്ക് ചെയ്തോളൂ. 21 കേട്ടോ, എളുപ്പമാണത്. 21 നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്സ് മാർക്ക് ചെയ്യാം കേട്ടോ. 23 23ാമത്തെ
വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് കേട്ടോ. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് 23. അതുപോലെ 24 കേട്ടോ. 24 ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് 24 കേട്ടോ. പിന്നെ 28 പേഷ്യന്റ് ഫാൾ റേറ്റ്. പിന്നെ 31 32 കേട്ടോ. 31 32 നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. 31 ആൻഡ് 32 അപ്പൊ നമ്മൾ പറയാം കേട്ടോ. ഇതൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്. 1 4 7 9 10 14 16 17 അതുപോലെ 19 21 23 24 28 31 32 ഇത്രയും നിങ്ങൾ നോക്കണം കേട്ടോ. ഫൈനൽ എക്സാമിന് മെയിൻ എക്സാമിന് കണ്ടിട്ടില്ല, ഇതിനിങ്ങനെ ഫോർമുല ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. മോഡൽ എക്സാമിന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള മോഡൽ എക്സാമിന് ഇങ്ങനെ ഫോർമുല ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഫോർമുലകളൊക്കെ ഒന്ന് നോക്കിപ്പോയിക്കോളൂ കേട്ടോ. ഇതാണ് മുൻവർഷ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇതൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. നമുക്ക് ഇനി ചെറിയൊരു ഭാഗം കൂടെ ഉള്ളൂ, അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കാനായിട്ട്. ഏതാണെന്നറിയോ? നമ്മൾ പഠിച്ചത് തന്നെയാ. ഏതാ? ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. നമ്മുടെ ക്വാളിറ്റി അഷ്വറൻസിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിച്ചില്ലേ, ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. ആ കാര്യം തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളത് കുറച്ച് കുട്ടി കുട്ടി ചാപ്റ്ററുകളാണ്. ഇത് ആദ്യം തീർത്ത് വെക്കാലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് മെഡിക്കൽ അറിയില്ല ട്രെയിനാണ്. നോക്കണം, ചാപ്റ്ററുകളുടെ വലിപ്പം വളരെ കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എടുത്ത് തീർക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കുറെ ദിവസങ്ങൾ നഷ്ടപ്പെട്ടു. എനിക്ക് വിഷുവിന്റെ ഒരു മൺഡേ എന്റെ നഷ്ടപ്പെട്ടു, ദുഃഖവെള്ളിയുടെ ഒരു വെള്ളിയാഴ്ചക്ക് എന്റെ ക്ലാസ് ഇങ്ങനെ പോവുകയാണ്. ആ സമയത്തൊക്കെ എനിക്ക് എടുക്കേണ്ട ടൈം അവിടെ ഇങ്ങനെ നഷ്ടപ്പെട്ട് പോകണമായിരുന്നോണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നാളെ ചൊവ്വാഴ്ച എന്റെ ക്ലാസ്സിന്റെ, ബുധനാഴ്ച എന്റെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ജോബ് സാറിന്റെ ക്ലാസ് ഞാനായിട്ട് എടുക്കുന്നുണ്ടാവാം കേട്ടോ. പോർഷൻസ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും കേട്ടോ തുടങ്ങുന്നുണ്ടാവാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ ഉണ്ട് കേട്ടോ. നാളെ എന്റെ ക്ലാസ് ഉണ്ടല്ലോ, ഓൾറെഡി ഉണ്ട്. മറ്റന്നാള് ശരിക്കും എനിക്ക് ക്ലാസ് വരുന്നില്ല. ജോബ് സാറിന്റെ ക്ലാസ്സിലേ, ആ ജോബ് സാറിന്റെ ക്ലാസ് ഞാനായിരിക്കും എടുക്കാം കേട്ടോ ബുധനാഴ്ച. അപ്പൊ അതിനെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.